സംസാരിക്കാൻ താല്പര്യമില്ലേ? ഞാൻ എന്തിനു താങ്കളോട് സംസാരിക്കണം? ഓക്കെ, എന്റെ വീഡിയോ അനേക ആൾക്കാർ കാണുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജസ്ന സലീമാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയങ്ങളിൽ ജസ്ന സലീം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടെങ്കിലും പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി വീഡിയോ ഇടൽ സ്റ്റോപ്പ് ചെയ്തിരുന്നു. കാരണം എപ്പോഴും ഒരേ ബേസിസ് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ജസ്ന സലീം കൃഷ്ണനുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സീസ്, ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിന് ജസ്ന സലീമിനെ അറ്റാക്ക് ചെയ്യുന്നു, ജസ്ന സലീം ഇതിന് അഗെയിൻസ്റ്റ് പറയുന്നു, ഇങ്ങനെ പോവാണ്. അങ്ങനെയാണ് റിസെൻ്റ്ലി ജസ്ന സലീം വീണ്ടും ഗുരുവായൂർ പോയി റീല് ഷൂട്ട് ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടായി, അതിൻ്റെ പേരിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടി എന്നൊക്കെ ഞാൻ അറിഞ്ഞെങ്കിലും ഞാൻ ആ ടോപ്പിക്കിലോട്ടൊന്നും കടന്നു പോയില്ല. ഇന്ന് റാൻഡംലി രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, ഞാൻ ബേസിക്കലി ഒരു യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ജസ്ന സലീമിൻ്റെ കുറച്ച് വീഡിയോകൾ എൻ്റെ മുന്നിലോട്ട് വന്നത്. അപ്പം ഞാൻ കരുതി ഡെഫിനറ്റ്ലി ഈ ഒരു ടോപ്പിക് എടുക്കണം, സംസാരിക്കണം. അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. ആദ്യം നമുക്ക് എന്താണ് വിഷയമെന്ന് നോക്കാം. ഇന്നലെ ജസ്ന സലീം ആളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ട്. അതിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഒരു ആരംഭം. നമസ്കാരം, ഞാൻ ജസ്ന സലീം. അതെ, അമ്മയെ തിരിച്ചറിയോ, പെങ്ങളെ തിരിച്ചറിയോ, മക്കളെ തിരിച്ചറിയോ എന്ന് ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ നിലവിൽ ജീവിക്കുന്നത്. ഇപ്പൊ സമയം ഇത്ര സമയമായിട്ടും ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് പോലും ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഈ ജസ്ന സലീമിനെ കണ്ടതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു മുസ്ലിം സ്ത്രീ, ഒരു കൃഷ്ണഭക്ത, കൃഷ്ണന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് സെയിൽ ചെയ്യുന്നു. അപ്പം നമ്മൾ ആലോചിക്കും, അതിനിപ്പോൾ എന്താ എത്ര തെറ്റ്? ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് വരയ്ക്കുന്നതിന് എന്താ എത്ര വലിയ വിഷയം എന്ന് ആലോചിക്കുമെങ്കിലും കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നിരന്തരം സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. പലതരം റീൽസുകൾ, ആൾക്കാരെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പം കൃഷ്ണഭക്ത അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഹിന്ദുമത വിശ്വാസികളെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പം വെറും അഭിനയമാണെന്നും നാടകമാണെന്നും കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണെന്നും റിയൽ ആയിട്ടുള്ള ഭക്തയല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ അറ്റാക്കുകളും ചീത്തവിളികളും അതും ഇതും ഒക്കെ വഴിയാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി മെയിനായിട്ട് ഫ്രണ്ടോട്ട് വന്നത്. ഇന്ന് ജസ്ന സലീം മതം ഉപേക്ഷിച്ചു എന്ന രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ജസ്ന സലീമിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഫോട്ടോകൾ വിൽക്കുന്ന കുറേ കാര്യങ്ങൾ, അതിനുശേഷം റീൽസ് എടുക്കുന്നു, അത് പിന്നെ കേസാവുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സൂയിസൈഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ജസ്ന സലീം. ആളുടെ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ കുറച്ച് ഡയലോഗുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ വീഡിയോൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മ ആരാണെന്ന് അറിയോ, അല്ലെങ്കിൽ പെങ്ങൾ ആരാണെന്നറിയോ, സഹോദരി ആരാണെന്നറിയോ, ഭാര്യ ആരെന്നോ അറിയോ എന്ന് വെച്ചാൽ ഒരു പെണ്ണിൻ്റെ നേരെ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു മോശ കാര്യത്തെക്കുറിച്ചിട്ടാണ് ജസ്ന സലീം സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. എന്തായാലും ബാക്കി കാര്യങ്ങൾ കേൾക്കാം. പോസ്റ്റ് ചെയ്തത് എന്റെ മകന്റെ കൂടെ ഞാനൊരു ഡാൻസ് ചെയ്യുന്നതാണ്. സ്വന്തം മകൻ, ആരുടെ മകനും അല്ല, ഞാൻ പ്രസവിച്ച എന്റെ മകന്റെ കൂടെ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്നത്. അതിന് ഷമീർ PPM എന്ന് പറഞ്ഞിട്ടുള്ള ഉമ്മാക്കുണ്ടായതായിരിക്കൂല, പ്രത്യേകിച്ച് നോക്കൂ, മുസ്ലിം നാമധാരി പേരാട്ടോ. അവൻ മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യൻ ആണോ ഒന്നും എനിക്കറിയില്ല. അവനിട്ട കമന്റ് കണ്ടോ? ഇവനോടൊക്കെ വിഷയം എന്താണെന്ന് മനസ്സിലായല്ലോ. ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ആളുടെ മകനും ഒത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്. അപ്പം ആദ്യം തന്നെ ഈ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ആളുടെ 2 മക്കളെയും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്, ഇവരുടെ 2 പേരെയും സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല.
കുറേ റീസൺസ് ഉണ്ടാവാം. അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ജസ്ന സലീം പറഞ്ഞിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് ഹേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആളെ സ്നേഹിക്കുന്ന ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പോൾ മക്കളുടെ ഐഡൻറ്റിറ്റി പുറത്തോട്ട് റിവീൽ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജസ്ന സലീം എൻ്റെ മകൾ എന്ന രീതിയിലോ അല്ല മകൻ എന്ന രീതിയിലോ ചിലപ്പോൾ പല ചോദ്യങ്ങളും ഇതൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഇവർ അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളുടെ കാര്യമോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ അത് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിലാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി അവരുടെ മക്കളുടെ ഡീറ്റെയിൽസ് പുറത്ത് കാണിക്കാത്തത്. പക്ഷെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് എന്നറിയാം. ഇടയ്ക്കിടയ്ക്കെങ്കിലും അക്കൗണ്ടിൽ ഇങ്ങനെ വരും, പക്ഷെ അവരുടെ ഫേസ് കാണിക്കാത്ത രീതിയിലാണ് വരുന്നത്. അപ്പം ജസ്ന സലീം എന്ന് പറയുന്ന ആളുടെ ഹസ്ബൻഡ് സലീം പുറത്തുള്ള ആളാണ്. ആളും ഒത്തിട്ടുള്ള റീൽസോ കാര്യങ്ങളൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് കൊളാഷസ് വെച്ചിട്ടുള്ള ഒരു റീൽസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്ന സലീം അരുൺ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സഹോദരൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ സലീം എന്ന് പറയുന്ന വ്യക്തി നാട്ടിൽ വരാത്തത് കൊണ്ടും എപ്പോഴും അരുണിൻ്റെ കൂടെ നിൽക്കുകയും അരുൺ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് എടുക്കുകയും ചെയ്യുന്ന സമയത്ത് എല്ലാ സാമൂഹിക മാധ്യമങ്ങളിലുള്ള ആൾക്കാരെല്ലാം ജസ്ന സലീമിന് വളരെ കോമൺ ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സലീം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇല്ല എന്നും അരുണിൻ്റെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അരുൺ നിങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള ബന്ധമാണെന്നൊക്കെ. ജസ്ന സലീമിൻ്റെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് കമൻറ്റ് കൂടെ. അപ്പോൾ അരുൺ ഇപ്പോൾ കറൻ്റ്ലി മാല ഇട്ടേക്കാണ് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരുണിനെ കാണുന്നില്ല. ആ സമയം ഓട്ടോമാറ്റിക്കലി വേറൊരാളുടെ കൂടെ റീലിടുന്ന സമയം വന്ന് റീലിട്ടപ്പം ആൾക്കാർ ഒരു കമൻ്റ് ഇട്ടു. ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് തെറ്റാ പറയാം. ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ആരുടെ കൂടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ആളുടെ മാത്രം പേഴ്സണൽ ഇഷ്ടമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഒരു വീഡിയോ ആൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇടുമ്പം ഈ രീതിയിലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ ആ വീഡിയോൻ്റെ താഴെ ഇടുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ജസ്ന സലീമിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയേണ്ടത്, എനിക്ക് ആൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതും ഈ എന്തൊക്കെയോ ഒരു ഓവർ ഭക്തിയൊക്കെ കാണിക്കുന്നതിനോടൊക്കെ എനിക്കൊരു ഒപ്പോസിഷൻ ഉണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇഷ്ടമുള്ള റീൽ ഇട്ടോട്ടെ, അതിനെന്താ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. ആളുടെ വീഡിയോൻ്റെ താഴെ വന്ന ഷമീറിൻ്റെ കമൻ്റാണിത്. കുണ്ണേട്ടൻ മാല ഇട്ടു. കുണ്ണേട്ടൻ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് അരുണിനെയാണ് കേട്ടോ, അരുണേട്ടൻ മാല ഇട്ടു. ഇനി അവൻ വരുന്നത് വരെ പിടിച്ചു നിൽക്കണ്ടേ? എവിടുന്നോ മറ്റൊന്നിനെ ഇറക്കുമതി ചെയ്തിട്ട് പൊങ്കാല ഭയന്ന് മുഖം മാസ്കിൽ ഇട്ടതാണെന്ന് വെച്ചാൽ പൊങ്കാല വരുന്ന കരുതി മാസ്കിൽ ഇട്ടതെന്ന് വെച്ചാൽ ആ കുട്ടിയുമായിട്ടുള്ള സ്വന്തം മകനുമായിട്ടുള്ള ബന്ധത്തെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ജസ്ന സലീം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോൻ്റെ ക്യാപ്ഷനിൽ ഇട്ടിരിക്കുന്നത് മകനോടൊപ്പം എന്നാണ്. അപ്പോൾ സ്വന്തം മകനാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ കമൻ്റ് ഇടുന്നത് എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങളിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം, നിൻ്റെ മകനെ ഞങ്ങൾ കണ്ടിട്ടില്ല, നിൻ്റെ മകൻ തന്നെയാണോ ഞങ്ങൾക്ക് അറിയില്ല എന്ന രീതിയിലുള്ള കമൻ്റ് ആയിരിക്കും ഇപ്പോൾ ജനങ്ങൾ പറയാം. എന്താണെങ്കിലും ഇത് വളരെ മോശമായി കമന്റാണ്. അവനിട്ട കമന്റ് കണ്ടോ? ഇവനോടൊക്കെ സ്വന്തം അമ്മയെ നീ കണ്ടാൽ ഏത് കണ്ണിലാണ് കാണുന്നത് എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നത്. എന്റെ സ്വന്തം മകൻ, അതിപ്പോ തിരിച്ചറിയാതെ ആയിപ്പോയി എന്നൊന്നും പറയാനില്ല, ഞാൻ വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് മോൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അരുണ് ശബരിമലയിലേക്ക് പോയപ്പോ അരുൺ മാലയിട്ട് ശബരിമലയിൽ പോകാൻ നോക്കുന്നത് കൊണ്ട് മാസ്ക് ഇട്ട് ഞാൻ ഒരുത്തനെ ഇറക്കിയതാന്ന് പറയുന്നത്. എടാ ദേഷ്യം മോനെ, നിന്റെ മോള് പറ്റിയാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ നീ എങ്ങനെയാടാ ദേഷ്യം മോനെ പ്രതികരിക്കുക? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. സ്വന്തം മക്കളുടെ കൂടെ വീഡിയോ ഇട്ടിട്ട് പോലും അത് അവിഹിതമാക്കി എടുക്കുന്ന നിന്നെപ്പോലെ തന്തക്ക് പറക്കാത്ത ഒരെണ്ണം മതി ഈ ലോകത്ത്. അപ്പം ഷമീറെ, നിന്റെ കണ്ണൊന്ന് നീ പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ എന്താന്ന് അറിയോ, നിനക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നും. അപ്പോൾ ഷമീർ എന്ന് പറയുന്ന വ്യക്തി വീഡിയോൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഇതൊരു മുസ്ലിമാണ് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുള്ളതെന്ന്. ജസ്നയ്ക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് മതത്തൊന്നും ഓപ്പോസിഷൻ ഉണ്ട്. ഹിന്ദു മതക്കാരും ജസ്നയ്ക്ക് ഓപ്പോസിഷനായി നിൽക്കുന്നുണ്ട്. കാരണം കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് മുസ്ലിം മതസ്ഥരും ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ മതത്തിൽ ജനിച്ചുകൊണ്ട് വേറെ മതത്തെ റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തിനെ പുള്ളിക്കാരി ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ ഒരു മുസ്ലിം മതത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ രീതിയിലുള്ളൊരു കമൻറ്റ് ഇട്ടേ എന്ന് പറഞ്ഞുകൊണ്ടാണ്.
അപ്പോൾ ഇതാണ് സംഭവം. ഷമീർ എന്ന് പറയുന്ന വ്യക്തി ഇട്ട കമൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ജസ്ന ചെയ്തിട്ടുള്ളൊരു കാര്യം. ഇവിടെ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ റിയാക്ട് ചെയ്യാം, ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ആളെ സംബന്ധിച്ച് ആൾക്ക് റിയാക്ട് ചെയ്യണം തോന്നി. പിന്നെ ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട് ജസ്ന സലീമിൻ്റെ വീഡിയോൻ്റെ താഴെ ഒരു 99% ഓഫ് കമൻസും നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ഈവൻ ഇന്നിപ്പോൾ ഈ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി നെഗറ്റീവാണ്. ഞാൻ 2 വായിച്ചുതരാം. സെമീറെ നിനക്ക് ഇന്നത്തെ ലൈക്ക്. സെമീർ പറഞ്ഞത് 100% ശരി. എന്തിനാ അങ്ങനെ കളിക്കാൻ നിൽക്കുന്നത്? അപ്പോൾ ഇതല്ല, ഇതിനപ്പുറം ജനങ്ങൾ പ്രതികരിക്കും. മക്കളുടെ കൂടെയാണെങ്കിലും ഭർത്താവിൻ്റെ കൂടെയാണെങ്കിലും ആങ്ങളുടെ കൂടെയാണെങ്കിലും ഡാൻസ് കളിക്കുന്നതിന് ഒരു രീതിയുണ്ട്. കാമുകൻ്റെ കൂടെ കളിക്കുന്നത് പോലെ മകൻ്റെ കൂടെ കളിച്ചാൽ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇടും. അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. നിന്റെ മോനാണെങ്കിൽ മാസ്ക് എന്തിനു വെച്ചു? നിന്റെ പ്രവൃത്തി കണ്ടാൽ അങ്ങനെയേ പറയാൻ തോന്നുള്ളൂ. പറയാൻ പോലും അറിയാത്ത ബന്ധത്തിൽപ്പെട്ട ഒരാളെ സഹോദരൻ എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്നില്ലേ? അപ്പോൾ നിന്നെ പറ്റി അതല്ലാണ്ട് വേറെ എന്ത് പറയാനാണ്? അപ്പോൾ ഈ രീതിയിലുള്ള കമൻറ്റ്, കാരണം ഇങ്ങനൊരു കമൻറ്റ് വന്നാൽ അത് റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോയിലും 90% വരുന്ന കമൻറ്റ് ജസ്ന സലീമിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റ് തന്നെയാണ്. കാരണം അങ്ങനെയാണ് ആൾ എന്ത് കോണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിലും, എന്ത് പോസിറ്റീവായിട്ടാലും നെഗറ്റീവായിട്ട് ഇട്ടാലും ആൾക്കെന്നും നെഗറ്റീവ് കമൻസ് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് കേൾക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റിലുള്ള ഒരാളാണ്. ഈ ലിസ്റ്റിൽ വേറൊരാളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തതിൽ ആദ്യമായിട്ട് എനിക്ക് 10K കിട്ടിയ വീഡിയോ, എനിക്ക് ആളുടെ പേര് കിട്ടുന്നില്ല, ഷാജി എന്ന് പറയുന്ന ഒരാൾ. ആളിപ്പോൾ കറൻ്റ്ലി ആളുടെ തെറ്റുകളെല്ലാം റിയലൈസ് ചെയ്ത് എല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ആളുടെ നെഗറ്റീവ് സൈഡ് മാറി ഇപ്പോൾ പോസിറ്റീവ് സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ജസ്ന സലീമിനും വേണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം മാറി പോസിറ്റീവിലോട്ട് പോകാവുന്നേ ഉള്ളൂ, പക്ഷേ ഇല്ല. ഇതാണ് ജസ്ന സലീം ഇട്ടിട്ടുള്ള ആദ്യത്തെ ഒരു കോൺട്രവേഴ്സി. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്ന സലീം എന്തായാലും അക്കൗണ്ട് കയറിയതല്ലേ, ഒന്ന് വെറുതെ ഇരുന്ന് കാണാലോ എന്ന് കരുതി ഞാൻ ജസ്ന സലീമിൻ്റെ അക്കൗണ്ട് ഫുൾ നോക്കിയ സമയത്ത് ഞാനൊരു 2-3 സാധനങ്ങൾ, ഒന്ന് ജസ്ന സലീമിന് മോശമായി മെസ്സേജ് അയക്കുന്ന ആളുടെ പ്രൊഫൈല് പബ്ലിക്കലി റിവീൽ ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാധനം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഫോൺ വിളിച്ച് മോശമായി പെരുമാറുന്ന ഒരു വ്യക്തിയുടെ ഒരു സാധനം റിവീൽ ചെയ്തതും നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം. എന്താ പറഞ്ഞോളൂ. സംസാരിക്കാൻ താല്പര്യമില്ലേ? ഞാൻ എന്തിനു താങ്കളോട് സംസാരിക്കണം? ഓക്കെ, എൻ്റെ വീഡിയോ അനേക ആൾക്കാർ കാണുന്നുണ്ട്, അത് അവിടെ കിടക്കട്ടെ. എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. എന്നാ പറഞ്ഞോളൂ, എന്താ സംസാരിക്കാൻ താല്പര്യമുള്ള കേൾക്കാം ഞാൻ. അങ്ങനല്ല, ഞാന് എങ്ങനല്ല? എനിക്ക് തന്നെ ഇഷ്ടമാണ്. അതെയോ? എത്രത്തോളം ഇഷ്ടാ? ഒരുപാട് എന്ന് വെച്ചാല് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരുപാടിനൊരു കണക്കില്ലേ? കാക്കത്തൊള്ളായിരം ഇഷ്ടം. ഇതാണ് സാധനം. ചേട്ടൻ നൈസായിട്ട് ഒരു കോഴിത്തരം കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ജസ്ന സലീം അപ്പം തന്നെ ഈ സാധനം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം വരും, ജസ്ന സലീം നമ്പർ കൊടുത്തത് കൊണ്ടല്ലേ ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇത് എന്തിനാ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നേ എന്നൊരു ചോദ്യം വരാം. ഇങ്ങനെ 3-4 ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്ന സലീം എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം. ഞാൻ എന്തിനു താങ്കളോട് സംസാരിക്കണം? ഇതിൻ്റെ ഒരു വോയിസ് ആണ്. ഇനി ഇവള് പറയുന്നൊന്ന് നമുക്ക് കേൾക്കാം. അതായത് ഈ ജസ്ന സലീമിന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അവർ കൃഷ്ണനെ വരക്കുന്നതിൽ അമ്പലത്തിൽ പോലോ നമ്മളൊന്നും പറയുന്നില്ല, അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ ചോയ്സ് ആണ്, അത് എന്തോ ആവട്ടെ. പക്ഷെ ഇമ്മായിട്ട് വീഡിയോസ് ഈ ഫോൺ സംഭാഷണമൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇൻസ്റ്റയിലുള്ളതാ, നമുക്കിതെല്ലാം കാണുമ്പോൾ മറ്റേ ചോറിലെ കല്ല് കടിക്കുന്ന ഒരു ഫീല്. എന്റെ പൊന്നു മോളെ, ഞങ്ങളൊക്കെ പെണ്ണുങ്ങളാ, നിനക്കുള്ള അതേ സാധനങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കും വീഡിയോ കോളും ഓഡിയോ കോളും ചാറ്റിങ്ങും ഫേക്ക് ID എന്നുള്ള മെസ്സേജ് എല്ലാം വരാറുണ്ട്. നമുക്ക് അതിന്റെ ഓപ്ഷൻസും സൊല്യൂഷൻസ് അല്ലേ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയാ, ഒഴിവാക്കുക, അങ്ങനത്തെ പലതുണ്ട്. ഇതിപ്പോ നിങ്ങൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഇങ്ങനെ സംസാരിക്കും. നിങ്ങൾ ആണുങ്ങളെ മാത്രം ഇങ്ങനെ കുറ്റം പറയല്ലേ. നിങ്ങൾ നല്ലൊരു പെർഫെക്റ്റ് ലേഡി എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കൊടുത്തിടുന്നത്? നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. അവർക്കറിയില്ല നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞാനിത് എടുത്ത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും, ഞാൻ നല്ലൊരു വ്യക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കും. അതാ. അപ്പം ഈ ഡേഷ്മോളുടെ പേര് എന്താ?
ജസ്ന സലീമിന് വന്ന ഒരു റെക്കോർഡിംഗ് ജസ്ന സലീം എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ഇട്ട സമയം ഓട്ടോമാറ്റിക്കലി ഈ ടോപ്പിക് എടുത്തിട്ട് ഒരു റിയാക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ റിയാക്ട് ചെയ്തുകൊണ്ട് ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. ആൾ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ പെൺകുട്ടികളാണ്, നമ്മൾ പെൺകുട്ടികൾക്ക് ഈ രീതിയിലുള്ള മെസ്സേജസും കോൾസും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്കും ഇതുപോലെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഒരുപാട് മെസ്സേജുകളാണെങ്കിലും കോളുകളില്ല കേട്ടോ, കാരണം എൻ്റെ നമ്പർ ആർക്കും അറിയില്ല. മെസ്സേജുകളാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് റിക്വസ്റ്റുകളാണെങ്കിലും ഫേസ്ബുക്കിൽ മെസ്സേജ് റിക്വസ്റ്റുകളാണെങ്കിലും ചില വാട്സപ്പിലൊക്കെ ഏതോ ഒരാൾ വെറുതെ ഹായ് ഹോയി ഒക്കെ വരലുണ്ട്. ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെസ്സേജ് റിക്വസ്റ്റുകളാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കുകയില്ല. വളരെ വൾഗറായിട്ടുള്ള സെക്ഷുവലൈസ്ഡ് രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കമൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, വളരെ വൾഗറായിട്ടുള്ള എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പെർട്ടിക്കുലർ വ്യക്തിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം, ബ്ലോക്ക് ആൻഡ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ദ എനിത്തിങ് ഐ ക്യാൻ ഡു. അൺനോൺ നമ്പറിൽ നിന്ന് കോൾസ് വന്നിട്ടുണ്ട്, എടുക്കുക, ആരെ ചോദിക്കുക, ഇഫ് ഇങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യുക, വിടുക. ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്വഭാവം. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ടനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കുക, ആളൊക്കെ ചെയ്യുന്നത് പബ്ലിക്കലി ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോയും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുക. ആളുടെ നേരെ എന്തെങ്കിലും മോശം കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, കമൻറ്റ് എടുക്കുക, റിയാക്ട് ചെയ്യുക, വീഡിയോ ചെയ്യുക. ഇപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഒരു മെയിൻ എയിം എന്ന് വെച്ചാൽ ഇവരുടെ ഫേസ് പബ്ലിക്കിലോട്ട് എത്തിക്കുക, പബ്ലിക്കിലോട്ട് അറിയിക്കുക, കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ജസ്ന സലീം ചെയ്ത് ഈ ഒരു പ്രവൃത്തിനെ കംപ്ലീറ്റ് തെറ്റാന്ന് പറയുന്നത്. ആളുടെ സൈഡിൽ ഒരുപാട് മിസ്റ്റേക്സുകളുണ്ട്. ആൾ ചെയ്യുന്നതിൽ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് എന്നല്ല, നമുക്ക് എല്ലാവർക്കും ഒപ്പോസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് കരുതി ആൾ ഈ ചെയ്യുന്ന ഇക്കാര്യത്തെ വരെ വളച്ചൊടിക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യവും ഇല്ല. ആൻഡ് നെക്സ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളുടെ ഇഷ്ടമാണ്. ആളുടെ പ്രൊഫൈലിലോട്ട് ഇങ്ങനെ കോൾസ് വരും, അത് കാണിക്കണോ കാണിക്കണ്ടേ, പറയണ്ടേ എന്നുള്ളത് ആളുടെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ്. ആൾക്ക് പറയാനാണ് തോന്നുന്നത്. ഇതൊരിക്കലും ഒരു പെർഫെക്റ്റ് ചമയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല, എൻ്റെ ചിന്ത ആ രീതിയിൽ പോയില്ല. മേ ബി എൻ്റെ ചിന്തയുടെ കുഴപ്പമായിരിക്കാം. റംഷിയ എൻ്റെ പൊന്നാര മോളെ, ചെന്നോടെന്താ പറയാനുള്ളതെന്നറിയോ? നിനക്ക് കോളും മെസ്സേജുകളൊക്കെ വരാറുണ്ടാവാം, അത് നിൻ്റെ കയ്യിലിരിപ്പ്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ കോളും മെസ്സേജും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് കണ്ടിട്ടെങ്കിലും ഈ പരനാറികൾ എന്നെ വിളിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ നീ പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഉള്ള ആ ഇട്ടുണ്ടല്ലോ, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ ഒരു ഫോൺ സംഭാഷണമെങ്കിലും കേൾക്കുമ്പോൾ ഇവളെ വിളിക്കുമ്പോൾ ഇതെനിക്ക് പണി കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കോളുകൾ എടുക്കാതിരുന്നൂടെ എന്ന് ചോദിച്ച അവളുടെ ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി. അതുകൊണ്ട് ഇത്രയും മിസ് കോള്, ഇത്രയും വൈകിട്ട് കാണുന്നതൊക്കെ ഞാൻ വിളിച്ചതാട്ടോ. ഇത്രയും സോ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ആൾ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു. ഞാൻ ഇങ്ങനത്തെ റെക്കോർഡിങ്ങുകളും കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രൊഫൈലിൽ ഞാൻ ഇറക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന സമയത്തെങ്കിലും ബാക്കിയുള്ള ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവ് കിട്ടിക്കോട്ടെ. എന്നെങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിലിടും. ചില ആൾക്കാർ ഇത് പേടിച്ചിട്ട് വിളിക്കൽ നിർത്തും, ഇത് പേടിച്ചിട്ട് കമൻ്റ് ഇടൽ നിർത്തും. പിന്നെ സത്യസന്ധമായി പറയാം, ചില നേരങ്ങളിൽ ചില ആൾക്കാരുടെ കമൻറ്റുകൾ കാണുന്ന സമയത്ത് നമുക്ക് ഇവരുടെ പ്രൊഫൈല് സമൂഹത്തിൽ കാണിക്കണം എന്നൊക്കെ തോന്നും. ചില നേരങ്ങളിൽ ചില ആൾക്കാരുടെ വായിൽ വരുന്ന ഡയലോഗുകൾ കേൾക്കും, അറ്റ്ലീസ്റ്റ് ഇവരുടെ വീട്ടിലോ കുടുംബത്തിലോ നാട്ടുകാരെങ്കിലും അറിയോട്ടെ എന്ന്. ആ പെർസ്പെക്റ്റീവിലായിരിക്കാം മേ ബി ഇട്ടിട്ടുണ്ടാവുക. മേ ബി ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ വിളിക്കണമെന്ന് കരുതി ഒരു 100 ആളിൽ ചിലപ്പോൾ ഒരു 10 ആളെങ്കിലും ഒഴിവായിട്ടുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ആൾക്ക് എന്താണ്, നല്ലൊരു കാര്യമാണ്. അല്ലാണ്ട് ഈ ഒരു സാധനം കാണിച്ചാൽ ജസ്ന സലീം പെർഫെക്റ്റ് ആണെന്നും ജസ്ന സലീമിന് അക്സെപ്റ്റ് ചെയ്യുമൊന്നുമില്ല. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ വേറെ പലതുമാണ് കാണിച്ചുകൊണ്ട് കൂട്ടുന്നത്. സോ അത്രയേ ഉള്ളൂ. അല്ല, അപ്പം ഒരു വ്യക്തിയിൽ അതുപോലെ തന്നെ ആൾ അറ്റൻഡ് ചെയ്യാത്ത കുറേ കോൾ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കോൾ ഒരു വ്യക്തിക്ക് വരുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, ആ വ്യക്തിക്ക് വരുന്ന ഒരു ദേഷ്യവും കാര്യം ആലോചിച്ച് നോക്ക്. അപ്പം ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു വ്യക്തിനെ വളരെ പേഴ്സണലായിട്ട് എടുക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. നമ്മൾ പലരും നമ്മളോട് പോസിറ്റീവായിട്ടും പെരുമാറലുണ്ട്, നെഗറ്റീവായിട്ടും പെരുമാറലുണ്ട്. അപ്പോൾ പോസിറ്റീവിൽ പെരുമാറിയാലും നെഗറ്റീവിൽ പെരുമാറിയാലും അവർ ചെയ്യുന്ന പ്രവൃത്തി വെച്ച് ക്രിട്ടിസൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചില വീഡിയോയിൽ വരുമ്പോൾ അനുമോളെ ഓക്കെ പറയും, ചില വീഡിയോയിൽ അനുമോൾക്ക് എഗെയിൻസ്റ്റ് പറയും, ചില വീഡിയോയിൽ അനീഷിനെ ഓക്കെ പറയും. ഇത് രണ്ടഭിപ്രായമല്ല. നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് കരുതി അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽ ദെൻ ഇറ്റ്സ് ബൈ.